ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റീസെറ്റ് പ്ലാന്റ്, CC പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ബ്ലാക്ക് സുന്ദരിയാണ്. എല്ലാവർക്കും ഗ്രീനൊക്കെ അറിയാം, ബ്ലാക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കുറേ പേർക്കൊക്കെ അറിഞ്ഞുകൂടാത്തവരുണ്ട്. കുറേ പേരൊക്കെ ഡൗട്ട് ചോദിക്കും, ഇതെങ്ങനെയാണ് വളർത്തേണ്ടത്, എങ്ങനെയാണ് ബുഷിയായി ഇത്രയും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതെന്ന് ഒക്കെ ചോദിക്കും. അതിൻ്റെ ഞാൻ ചെയ്ത കെയറിങ്, ഇതൊരു ലീഫ് വെച്ചിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് ഇത്രയും ഹെൽത്തി ആക്കി ഇത്രയും വലിയൊരു പ്ലാന്റ് ആക്കി എടുത്തത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ ആയിട്ട് ആണ് ഇന്നത്തെ വീഡിയോ. എല്ലാ കൂട്ടുകാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്സാണ് ഇത്. നമുക്ക് ഇൻഡോറായിട്ടും എല്ലാം വയ്ക്കാം. ഒരുപാട് ഓവറായിട്ടുള്ള വെയിൽ മാത്രം കിട്ടാതിരുന്നാൽ മതി. വെയിൽ ഓവറാകുമ്പോൾ ഇല പെട്ടെന്ന് പഴുത്ത് പോകാറുണ്ട്. വേറൊരു ഇതുമില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ ഇല നല്ല ഭംഗി ഗ്ലേസിങ് ആയിട്ടിരിക്കാൻ ഒന്ന് തുടച്ചു കൊടുത്താൽ നല്ലതാണ്, പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഈ മഴയുള്ള ഭാഗത്ത് ഇപ്പം മഴ എത്തോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുത്ത് അപ്പോൾ നല്ല ഫ്രഷായുള്ള സുന്ദരിയായിട്ട് ഈ പ്ലാന്റ് നിൽപ്പുണ്ട്. ഇതിൻ്റെ ഗ്രീനും ഉണ്ട്, ഗ്രീനൊക്കെ പുറത്തിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഇതെല്ലാം. അപ്പോൾ ഇത് പല രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാറുണ്ട്. ഇതിൻ്റെ ലീഫ് വെള്ളത്തിയിട്ട് ഇറക്കി വെച്ചിട്ട് ഇതിനെ വളർത്തിയെടുക്കാം. വെള്ളത്തിലൊരു 1-1.5 മാസമൊക്കെ വെച്ചിരുന്ന അതിൽ റൂട്ട് വരും, അതിലൊരു ബൾബ് പോലെ വരും. അതിനെടുത്ത് നമ്മൾ പോട്ടി മിക്സിൽ നട്ടു കൊടുത്താലും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നന്നായിട്ട് വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തൈ ഇങ്ങനെ ഒരു ബൾബുമായിട്ടൊരു കുഞ്ഞു കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് മാതിരി ഒരു കിഴങ്ങായിട്ടാണ് ഈ പ്ലാന്റിൻ്റെ ചുവട്ടിലിരിക്കുന്നത്. ഇതോടുകൂടി ഇങ്ങനെ വേരോടുകൂടി അടർത്തി എടുത്താലും നമുക്കൊരു വേറൊരു പ്ലാന്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ പ്ലാന്റ്. പിന്നെ കട്ട് ചെയ്ത് വെച്ച് ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് വെച്ചാലും പിടിക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് മണലിൽ കുത്തി വെച്ച് കൊടുത്താൽ റൂട്ട് വരുന്നുണ്ട്. അതും അങ്ങനെയും നമുക്ക് പിടിപ്പിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും പിടിപ്പിച്ചെടുക്കാം. ഈ പ്ലാന്റ് ഇറങ്ങിയ സമയത്തൊക്കെ നല്ല റേറ്റുള്ള പ്ലാന്റായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് 2 ലീഫ് കിട്ടി. ആ 2 ഞാൻ കൊണ്ടുവച്ച് എനിക്ക് 2 നന്നായിട്ട് പിടിച്ച് കിട്ടി. ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് കിട്ടിയത് ഈ ചെടി മാത്രമാണ്. മറ്റത് അത്ര ബുഷിയായിട്ടല്ല നിന്നത്. അത് വേറെ വളമൊന്നും ചെയ്യാത്തതുകൊണ്ടായിരിക്കും തോന്നിയത്. നല്ല ഭംഗിയായിട്ട് നല്ല ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് വാങ്ങിച്ചു വെച്ചാൽ മിനിയേച്ചർ ടൈപ്പാണേ. ഇത് ഗ്രീനാണ്. ഇതെല്ലാം ബുഷിയായിട്ട് അത് ഒരുപാട് അങ്ങ് വളർന്നു പോവാത്ത ടൈപ്പ്, പക്ഷേ നല്ല ഭംഗിയായിട്ട് ചട്ടി ബുഷിയായിട്ട് നിൽക്കുന്ന ടൈപ്പാണ് ഇത്. ഇതെല്ലാം ഞാൻ ഇതിൽ നിന്ന് ലീഫ് എടുത്തിട്ട്, പഴയ ലീഫ് ഒരുപാട് അങ്ങ് പഴുത്തു പോവാത്ത ലീഫ് എടുത്തിട്ട് വെറും മണ്ണോ മണലോ, ഞാൻ മണലിലാണേ കുത്തി കൊടുത്തിട്ടുള്ള. മണലിൽ വെച്ചിട്ട് ഒരു ഷെയ്ഡിൽ എവിടെയെങ്കിലും വെച്ചിരുന്നാൽ മാത്രം മതി. കുറേ ദിവസത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. പിന്നെ നമുക്ക് ക്ഷമ കെട്ട് വരുമ്പോൾ നമുക്ക് ഞാൻ റൂട്ട് വന്നതെന്നറിയാം. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് വരെ ഉണ്ട്. ഇത് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്ന ലീഫാണ്. വാടിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് കിഴങ്ങ് വന്നിട്ടുണ്ടാവും. കാണിച്ചു തരാം. ഇത് കണ്ട, ഇതുപോലൊരു കിഴങ്ങിൽ നിന്നാണ് തൈ ആയി കിട്ടുന്നത്. ഇതിന് നമുക്ക് നല്ല പോട്ട് മിക്സ്, വെള്ളം കെട്ടി നിൽക്കാത്ത മണലാണ് കൂടുതലും നല്ലത്. മണ്ണ്, ചകിരിച്ചോറൊന്നും ഞാൻ ചേർക്കാറില്ല. അല്പം എല്ലുപൊടിയും വേപ്പമിളകും ഇത്തിരി ചാണകപ്പൊടിയൊക്കെ കൂടെ ഇട്ടിട്ട് ഈ പ്ലാന്റ്സ് നട്ടു കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു ഇതിനും വേണ്ട, നമ്മൾ എന്നും കെയർ ചെയ്യുകയും വേണ്ടത്. ഇതൊക്കെ അതുപോലെ ലീഫ് കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഭാഗം വന്നാൽ നല്ല ഇതായിട്ട് നിൽക്കുകയാണ്. കാണാൻ പറ്റണ ഇതാണ് കണ്ട, നല്ലൊരു ബൾബ് കണക്കുള്ള 2 കിഴങ്ങ് കണക്ക് വന്നിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ഒരു വളവുമില്ലാത്ത ഇതിലിരിക്കണോണ്ടാണ്. ഇത് വേറെ നല്ല പോട്ട് മിക്സിലോട്ട് മാറ്റി കൊടുക്കുമ്പോൾ നല്ല പ്ലാന്റ്, നല്ല വലിപ്പമുള്ള വലിയ ഹെൽത്തിയുള്ള പ്ലാന്റായിട്ട് മാറും. അപ്പോൾ ഇത് ഓവറായിട്ടുള്ള മഴയത്ത് വയ്ക്കാൻ പാടില്ല. ഈ പ്ലാന്റിന് വെയിലത്തും വയ്ക്കാൻ പാടില്ല. നമുക്ക് ഇൻഡോറായിട്ട് ഒക്കെ വയ്ക്കാൻ, സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്യാനും വീട്ടിനകത്ത് വെച്ച് കൊടുക്കാനും ഒക്കെ അടിപൊളിയാണ്. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ്. ഇതിന് വളമായിട്ട് നമുക്ക് NPK തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് NPK സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മൾ DAP ഇപ്പം ഞാൻ ഇടുന്നുണ്ട്. DAP ഒക്കെ ഇട്ടപ്പോൾ നല്ല വ്യത്യാസമാണ്. നല്ല വലിപ്പവും പെട്ടെന്ന് അങ്ങ് പ്ലാന്റ് അങ്ങ് വളർന്നു കണക്ക്. ഒരു ചെറിയ ചട്ടിയിലാണ് ഇരുന്നത്. ഞാനിപ്പോൾ ഈ ഇടയ്ക്കാണ് ഇതിനെ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തത്. അപ്പോൾ DAP ഒക്കെ അതിന് ശേഷം DAP കൂടെ ഇട്ട മണ്ണിലാണ് ഈ പ്ലാന്റ്സ് വെച്ചിട്ടുള്ള. നല്ല ഭംഗിയായിട്ട് നല്ല ശക്തിയായിട്ട്
പ്ലാന്റ് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. എന്നും ഇതിന് വെള്ളം വേണ്ട, വല്ലപ്പോഴും മാത്രം ഇതിന് വെള്ളം ഒന്ന് നനവ് നോക്കിയിട്ടൊന്ന് വെള്ളം കൊടുത്താൽ മാത്രം മതി. ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കേ.